രാജി തന്നെയാണ് ഇനി അവസാനം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിരുന്നത് 2 മന്ത്രിമാർ രാജിവെക്കുവാൻ തയ്യാറാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ 4 മന്ത്രിമാരും രാജിവെക്കുവാൻ തയ്യാറാണ്. CPIയിലെ പ്രതിസന്ധി തുടരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ PMCയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തവണ്ണം അകന്നു കഴിഞ്ഞിരിക്കുന്നു CPI. PMCയെ ചൊല്ലി LDFിലെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്ന അയയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും? പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് കേന്ദ്രത്തിന് കത്തയക്കണമെന്നതിൽ ആ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് CPI. പക്ഷെ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന നിലപാടുകളല്ല CPM എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്ന അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് CPMൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി പോലും. അതിനകത്ത് മാത്രമല്ല മറ്റു പത്രങ്ങളിലുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ ലേഖനം അതിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് പോലെ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം CPI നടത്തുന്ന ചില സ്റ്റണ്ടാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് എഴുതി പരിഹസിക്കുകയാണ്. ഇനി ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയപ്പെടുന്നത് നാളെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ എന്തായാലും പങ്കെടുക്കില്ല എന്നൊരു തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസത്തിലെ ചർച്ചകളിൽ നിന്ന് തീരുമാനമായിട്ടുണ്ട്. ഇത് ഒരേ സമയത്തിന് 2 പക്ഷക്കാരും CPMും CPIയും ഇന്നലെ രാവിലെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം AK സെൻറ്ററിൽ നടന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യപ്പെടുന്നപ്പോൾ അതിനകത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും മുഖ്യമന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ നിലപാടിൽ നിന്ന് ഇപ്പോഴത്തെ നിലപാട് എന്തായാലും PMCയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തിച്ചേരുന്നു. അപ്പോൾ ഇനി എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ശരി അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റ് നടന്ന പോലെ തന്നെ CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും നിലപാടിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അയവ് വരുത്തേണ്ട ഒരു സാഹചര്യവുമില്ല എന്നുള്ള അഭിപ്രായത്തിലേക്ക് തന്നെ അവരും എത്തിച്ചേർന്നു. അപ്പോൾ മന്ത്രിമാർ രാജിവെക്കണമെന്ന നിർദ്ദേശം ഇതിനെ തുടർന്നുണ്ടാകുന്നു. അതിനുശേഷം കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷണം ബിനോയ് വിശ്വത്തിന് ലഭിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിലും ഫണ്ട് പ്രധാനമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും NEPയിൽ മെല്ലെപ്പോക്ക് നമുക്ക് നടപ്പിലാക്കാം, പദ്ധതി ഉടൻ നടപ്പാക്കേണ്ടി വരില്ല, LDFിൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള തരത്തിലേക്കുള്ള വാദങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം ഫണ്ടിനേക്കാൾ പ്രധാനമാണ് നയം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെയും സംഭാഷണം അല്ലെങ്കിൽ ചർച്ച എന്ന് പറയപ്പെടുന്നത്, കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം പിണറായിയും ബിനോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഫലം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. അങ്ങനെയാണ് ഇന്നലത്തെ ദിവസം പിരിഞ്ഞത്. അതിനുശേഷം സമവായ ചർച്ചകൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇരുമുന്നണികളും അല്ലെങ്കിൽ LDFും UDFും അടക്കം വളരെ ചിന്തയിലായിരുന്നു. കാരണം LDFിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ CPIയുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു UDF. അതുകൊണ്ട് തന്നെ ഇന്നലെ എന്തായാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് 4 മന്ത്രിമാരും രാജിവെക്കുക എന്നുള്ള തരത്തിലേക്ക് എത്തി. അതിൽ അസ്വാരസ്യം പ്രകടിപ്പിക്കുന്ന, അതൃപ്തി പ്രകടിപ്പിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ കൂടിയും പാർട്ടിയുടെ തീരുമാനം അതായതുകൊണ്ട് തന്നെ രാജിയിലേക്ക് പോവുക എന്നതിൽ കുറഞ്ഞൊന്നുമില്ല എന്നുള്ള തീരുമാനത്തിലേക്കും എത്തി. ഇനി ഇതിൻ്റെ ഒരു നിലപാടിൽ ഒരു മാറ്റം വരണമെങ്കിൽ അത് നവംബർ 4 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം നവംബർ 4 എന്ന് പറയപ്പെടുന്ന ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ടി തീരുമാനം യഥാസമയം അറിയിക്കാൻ നാളത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടായിരിക്കും. അതിലെന്തായാലും പങ്കെടുക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലകൾ വരികയാണെങ്കിൽ, അങ്ങനെ ഒത്തുതീർപ്പ് ഫോർമുലകൾ വരികയാണെങ്കിൽ മാത്രം ഈ നിലപാടിൽ മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നിലപാടിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർട്ടി കൗൺസിലിൻ്റെ അനുമതി വേണം. നവംബർ 4 ഈ സംസ്ഥാന പാർട്ടി കൗൺസിൽ നടക്കുന്നത്. ആ പാർട്ടി കൗൺസിൽ ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് എത്താനും കഴിയുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ PMC വിവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കുകയാണ്. കരാറിൽ നിന്ന് പിന്മാറ്റമല്ലാതെ അല്ലെങ്കിൽ ആ കരാറിൽ നിന്ന് പിന്മാറാതെ പറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് എന്തിനും തയ്യാറായി നിൽക്കുകയാണ് CPIയുടെ മന്ത്രിമാർ അടക്കം എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ സർക്കാരിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവർ പറയുന്ന പോലെ ആദ്യ ഗഡു വാങ്ങിയ ശേഷം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേന്ദ്രത്തിന് അല്ലെങ്കിൽ പിന്മാറുന്നുവെന്ന് കത്ത് കേന്ദ്രത്തിന് നൽകാമെന്ന പുതിയ സമവായ നിർദ്ദേശം ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. എന്നാൽ ഇത് കേന്ദ്രം അംഗീകരിക്കില്ല. കാരണം കേന്ദ്രത്തിനോട് പറഞ്ഞ് ഒപ്പിട്ട രീതിയിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സ്ഥിതിവിശേഷം എന്നാൽ കേരളം
വല്ലാതെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്ന നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും ഈ CPI വഴങ്ങാത്തതിൽ CPM-നകത്ത് പോലും ഇപ്പോൾ അതൃപ്തിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത തരത്തിലേക്ക് CPI എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് CPI-യുടെ നയം, ആ നിലപാട്, അതിൽ നിന്ന് പിന്നാക്കം പോകാൻ അവർ തയ്യാറായില്ല. പക്ഷേ ഈ CPM-ൻ്റെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്ന നിലപാടേ ഇല്ല, അല്ലെങ്കിൽ നയങ്ങളേ ഇല്ല എന്നുള്ള തരത്തിലേക്കുള്ള പരിഹാസമാണ് ഈ CPI മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ തുടർ നടപടിയിൽ ഒരു മെല്ലപ്പോക്ക് സംവിധാനം ഉണ്ടാക്കുക, ഈ വ്യവസ്ഥ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഉപസമിതിയെ നിയമിക്കുക തുടങ്ങിയ ഫോർമുലകൾ അംഗീകരിക്കാൻ ഇന്നുവരെയും CPI തയ്യാറായിട്ടില്ല. ഇതൊക്കെയാണ് CPM മുന്നോട്ട് വെക്കുന്നത്. നമുക്കത് ഫണ്ട് അടിച്ചു മാറ്റുക, അതിനുശേഷം ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കുക എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല, നമ്മുടെ നയം അതാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരെ എന്നുള്ളതാണ് CPI-യുടെ വാദമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കേരളം ഇപ്പോൾ കേന്ദ്രത്തിന് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കണം എന്നുള്ളതാണ് CPI-യുടെ വാദം. പക്ഷെ അത് ഒരിക്കലും CPM അംഗീകരിക്കില്ല. ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്കും ഒന്നും പോകേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിൽ കേരളത്തിലില്ല എന്നുള്ള തരത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ 4-ാം തീയതി CPI-യുടെ സംസ്ഥാന കൗൺസിൽ നടക്കാനുണ്ട്. ആ കൗൺസിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും, കൗൺസിൽ യോഗത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള CPI-യുടെ നീക്കം നടക്കുക. ഇതിനിടെ LDF യോഗത്തിൻ്റെ തീയതി ഉടൻ തീരുമാനിക്കാൻ CPM ഒരു നീക്കം നടത്തുന്നുണ്ട്. കാരണം വിപ്ലവം പറയുകയും CPM-ന് മുന്നിൽ കവാത്ത് മറക്കുകയും ചെയ്യുന്ന പാർട്ടി എന്ന പേരുദോഷം, ആ പേരുദോഷം മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CPI ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPI-യുടെ ഇപ്പോഴത്തെ നിലപാട് പ്രശ്നം, അല്ലെങ്കിൽ ഈ നയപ്രശ്നം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും മാറ്റേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതായത് വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടമെന്ന ദേശീയ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യാൻ CPM തീരുമാനിച്ചപ്പോൾ തന്നെ CPI അതിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി ഉപാധികളോടെ PM-ശ്രീയെ അംഗീകരിച്ചാലും ജനങ്ങൾക്ക് മുന്നിൽ CPI-ക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ CPM സ്വീകരിച്ച നയമല്ല, അല്ലെങ്കിൽ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ഈ CPM ദേശീയ മുദ്രാവാക്യത്തെ, അതായത് ഈ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന ദേശീയ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യാൻ എന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് CPM എടുത്തിരുന്നത്. അല്ലെങ്കിൽ പിന്നെ RSS-ൻ്റെ അജണ്ട നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ RSS-ൻ്റെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. അപ്പോൾ LDF ആദ്യമേ പറയുന്നത്, അല്ലെങ്കിൽ CPM-ഉം CPI-യും LDF-നകത്തുള്ള കക്ഷികളും ആദ്യമേ പറയുന്നത് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യമില്ല, അത് RSS-ൻ്റെ സ്പെഷ്യൽ അജണ്ടയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായത് അവിടെയാണ്. ഈ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യം, ആ ദേശീയ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാട് മാറ്റത്തിലേക്കാണ് CPM പോയത്. ആ നിലപാട് മാറ്റത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് CPM-ന്. പക്ഷേ ആ അതിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ പക്ഷേ CPI-ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് CPI ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ PM-ശ്രീ പദ്ധതിയുമായി CPM മുന്നോട്ട് പോകുമ്പോൾ അതിനെ അംഗീകരിക്കാതിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനമെടുത്തതിലൂടെ ജനങ്ങളുടെ മുൻപിൽ അവർക്ക് CPI-ക്ക് തലയുയർത്തി നിൽക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ പറഞ്ഞ പദ്ധതി, PM-ശ്രീ പദ്ധതി എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അതിലൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ CPI വിചാരിച്ചതുകൊണ്ടോ CPI വിചാരിച്ചതുകൊണ്ടോ ഒന്നും ഈ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകാമെന്ന് ഇനി ആരും കരുതണ്ട. കാരണം ആ ഒരു പദ്ധതി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് ഒപ്പിട്ടത്. അപ്പോൾ ഒപ്പിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒപ്പിട്ട് പദ്ധതി നടപ്പിലാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ആദ്യം തീരുമാനിക്കണമായിരുന്നു. ഒരു കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാകുമ്പോൾ മുന്നണിയുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഒപ്പിടാൻ പാടുള്ളൂ. പക്ഷേ അതിന് പകരം ഒരു സ്വന്തം തീരുമാനം, പിണറായിയുടെ മാത്രം തീരുമാനം, പിണറായിയും അന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് മാത്രം വി ശിവൻകുട്ടിയും മാത്രം അറിഞ്ഞൊരു തീരുമാനം, അത് പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോവുക എന്ന് പറഞ്ഞാൽ അത് സ്വേച്ഛാധിപത്യപരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? അതായത് CPI എന്ന് പറയപ്പെടുന്ന ഘടകകക്ഷി എത്രയൊക്കെ അവരുടെ നിലപാടുകളും നയങ്ങളും വ്യക്തമാക്കിയാലും അവർ പോകുന്നെങ്കിൽ പോകട്ടെ, നമുക്ക് RSS നയം ഇവിടെ നടപ്പിലാക്കാം, അതിനൊന്നും പ്രശ്നമില്ല, കേന്ദ്രത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകാം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം പണം അത് അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഫണ്ട് അടിച്ചു മാറ്റുക, ഫണ്ട് ലഭിക്കുന്നത് ലഭിക്കട്ടെ എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് CPM-നെ കൊണ്ടെത്തിച്ചത് ഈ നയവ്യതിയാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പാർട്ടിക്ക് ഈ നവലിബറൽ ആശയങ്ങളിൽ നിന്ന് പോലും, ദേശീയ ഐക്യ സംവിധാനങ്ങളിൽ നിന്ന് പോലും മാറ്റമുണ്ടാകുന്ന തരത്തിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു, CPM മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CPI പറയുന്നത്. എന്തായാലും CPI-യുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് എത്രയൊക്കെ കടുപ്പിച്ചിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ഇത്രയാണ് സംഭവിക്കുന്നത്. അതായത് വരും ദിവസങ്ങൾ, ഇവർ നവംബർ 4-ന്
ദേശീയ കൗൺസിലോ സംസ്ഥാന കൗൺസിലോ എന്ത് കൗൺസിൽ കൂടിയിരുന്നാലും CPIക്ക് പറ്റുമെങ്കിൽ രാജിവെച്ച് ഈ 4 മന്ത്രിമാർക്കും രാജിവെച്ച് മടങ്ങിപ്പോകാം, മറ്റേതെങ്കിലും മുന്നണിയിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ ചെന്ന് ലയിക്കാം. അതല്ലാതെ CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി ഇവിടെ അസ്തിത്വമില്ലാതാകും. ഈ പാർട്ടി എന്ന് പറയപ്പെടുന്നത് ഒന്നുകിൽ ഈ CPMനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് അവർക്ക് ശക്തി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കാര്യം അവർ തീരുമാനിക്കില്ല, ഈ മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോവുക എന്ന സംവിധാനത്തിലേക്ക് പോകില്ല. പകരം ഇതിനകത്തൊരു സമവായ ശ്രമം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ സമവായ ശ്രമത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആ സമവായ ശ്രമം എന്ന് പറയപ്പെടുന്നത് അതായത് എന്തെങ്കിലും ഒരു ഉപാധികളോടുകൂടി PM ശ്രീയെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് CPIയും എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ വരുന്ന കുറച്ച് ദിവസങ്ങൾ നവംബർ 4 നവംബർ 5 വരെ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഈ സർക്കാരിൽ ഉണ്ടാവുക. അതിനുശേഷം ഇപ്പോൾ രാജിവെക്കുമെന്ന് പറയപ്പെടുന്ന മന്ത്രിമാർ പോലും ചിലപ്പോൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും രാജിയിലേക്ക് എത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ രാജിവെക്കുമായിരുന്നു. ഇന്ന് കഴിയട്ടെ നാളെ കഴിയട്ടെ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരിക്കലും ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കില്ല. എന്തായാലും CPMന്റെ നിലപാടിൽ മാറ്റമുണ്ടാവില്ല. കാരണം CPMന് കേന്ദ്രത്തിനോട് ഒരു കത്തയച്ച് ഇനി പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ അവർ എന്തുപാധി വയ്ക്കുന്നുവോ ആ ഉപാധി അംഗീകരിക്കുവാൻ CPIയും തയ്യാറായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.